ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. ക്രൈസ്റ്റ് ഫോളോവേഴ്സ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ലേഡീസ് മീറ്റിങ്ങിൽ കടന്നു വന്നാണ്. നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ തക്കണം. ദൈവം സഹായിച്ച ദൈവത്തിന് വൻ കൃപകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. സ്തോത്രം. ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസി, സ്തോത്രം, കർത്താവിൻ്റെ ദാസി, പിന്നെ ഇതിൻ്റെ അതിന് കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ, സ്തോത്രം. ഇതിൻ്റെ ഭാരവാഹികളായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്തോത്രം. വിശേഷാൽ ഈ സഭയുടെ ശുശ്രൂഷകരായിരിക്കുന്ന ദൈവദാസനും കുടുംബത്തിനും യേശു ക്രിസ്തുവിനെ നിസ്തുല്യ നാമത്തിൽ ഇന്ന് വൽക്കാലം ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്രകാരം ദൈവപാദപടത്തിലായിരുന്നു കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായി കർത്താവ് തന്ന നല്ല അവസരത്തിനായി വീണ്ടും ദൈവത്തിന് നന്ദി പറയാണ്. ഇങ്ങനൊരു ആത്മപ്രേരണ ഉണ്ടായിട്ട് ഇപ്രകാരം ഒരു മീറ്റിംഗ് നടത്തുവാൻ തക്കണം ദൈവത്തോട് സഹായിച്ചത് ഓർത്ത് പിന്നെയും ദൈവത്തിന് നന്ദി പറയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വൽക്കാലം സമർപ്പണ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഇവിടുത്തെ ടീമായിരിക്കുന്ന യഹോവയുടെ നടുതല എന്ന വാക്യത്തെ ആധാരമാക്കി ശക്തമായി അതിൻ്റെ ഒരു ഡെഫിനിഷനും അതിനോടനുബന്ധിച്ച് നല്ലൊരു ആലോചന ദൈവമായി കർത്താവ് നമുക്ക് നൽകി തരുവാൻ തക്കണം ഇടയായി തീർന്നു. നമ്മളെല്ലാം കേട്ട് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ കഥയാണെ മനസ്സിലിരിക്കും, വചനമാണെ വിട്ടുപോകും. ദൈവവചനം പറയുന്നത് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഒരിക്കലും ഒഴുകിപ്പോകുന്നവരായിട്ടല്ല, കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കരുതുവാൻ തക്കണം നമ്മൾ വളരെ ഉത്സാഹമുള്ളവരായിരിക്കണം. ഒരുപക്ഷെ ഒഴുകിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടായേക്കാം. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും ദൈവ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. ദൈവത്തിന് സ്തോത്രം. നടുതല എന്ന ചിന്താവിഷയം അല്പസമയം അതിനകത്ത് ഒരു അല്പം മാത്രം സംസാരിച്ചിട്ട് എൻ്റെ വിഷയത്തിലേക്ക് കടക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 92-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 92-ാം സങ്കീർത്തനം 13-ാം വാക്യം. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ തഴയ്ക്കും. അടുത്തവിടെ വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പച്ച വെച്ചും പൊട്ടി വെച്ചുകൊണ്ടും ഇരിക്കും. അത് ഫലം കായ്ച്ചുകൊണ്ടും ഇരിക്കും. യഹോവയുടെ ആലയത്തിലെ നടുതലയായവർ. സ്തോത്രം. ഞാൻ ഇങ്ങനെ അതിനൊരു ഹല്ലേലൂയ സ്തോത്രം ചിന്ത കൊണ്ടുവരികയാണ്. ഈ ആലയത്തിന്റെ നടുതലയാണ് ഈ ലേഡീസ് മീറ്റിംഗ്. ഇതിൽ പങ്കെടുക്കുന്ന ഓരോ ജീവിതങ്ങളും നടുതലകളാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഇത് എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള കാര്യം കൂടെ മറന്നു പോകരുത്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നടുതലയായിട്ട്, ദൈവാലയത്തിന്റെ നടുതലയായിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ അതിൽ ആരും ഒഴിവുള്ളവരല്ല, എല്ലാവരും ഒരു ഭാഗമാക്കാണെന്ന് ഇന്ന് പൽക്കാലം ഓർമ്മയിലിരിക്കട്ടെ. അത് അവര് ചെയ്യട്ടെ, അത് ഇവര് ചെയ്യട്ടെ എന്ന് ആരും അതിൽ പറഞ്ഞ് ആരെ ഏൽപ്പിക്കണ്ട. അവരവരെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുവാൻ തക്കണം സമർപ്പണമുള്ളവരായി അതിൽ ദിവസങ്ങളായിരിക്കണമെന്ന് ദൈവം ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസി പറഞ്ഞപ്പോൾ പറഞ്ഞു, അവൾ അല്പമേ ചെയ്തുള്ളെങ്കിലും അവൾ ഏൽപ്പിച്ചത് ചെയ്തു. ചെറിയ കാര്യമായാലും അത് ഏൽപ്പിക്കുന്ന ചെയ്യുവാൻ തക്കണം സമർപ്പണബോധത്തോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുവാൻ തക്കണം ശക്തനായ ദൈവമാണ്. അതിൽ രക്ഷാപ്രദനം അതിന് ഞാൻ വേഗത്തിലാകുമ്പോൾ ഒത്തിരി വാക്യങ്ങൾ എനിക്ക് പറയാൻ അതിന് സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പോയാ. രക്ഷാപ്രദനം 5-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 5:7 സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അവന്റെ മനോഹരമായ നടുതല യഹോവ പുരുഷന്മാരും യഹൂദ പുരുഷന്മാരുമാകുന്നു. ദൈവത്തിന്റെ
അതിനകത്ത് നിൽക്കുന്ന നടുവരെ ഒരു ശത്രു തൊടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അകത്ത് നിൽക്കണം, അകത്ത് നടപ്പെടണം, എങ്കിൽ മാത്രമേ ശത്രു തൊടാതെ വേണം. അതിനെ പരിപാലിക്കത്തോളന്ന് ഇപ്പോൾ വ്യക്തമായിട്ട് ഓർപ്പിക്കട്ടെയോ? മുന്തിരിത്തോട്ടക്കാലേ ആണെങ്കിൽ അതിന്റെ നടുതല യഹൂദ പുരുഷന്മാരാ. നിങ്ങൾ പറയും പുരുഷന്മാരാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ. എന്തിനാന്ന് പറയാൻ? പുരുഷന് സ്ത്രീ ഉൾപ്പെടുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷെങ്കിൽ ആ യഹൂദ പുരുഷന്മാർ ആ ദാലയത്തിന്റെ നടുതലയാണെങ്കിൽ ഇന്ന് പൽക്കാലം ദൈവം ഓർമ്മിക്കുന്നു, നീ ആരാധിക്കുന്ന ദൈവമാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന ദൈവമാണെങ്കിൽ നീ നടുതലയാ. യഹൂദ എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവനെന്നാ അതിന്റെ അർത്ഥം. ഉൽപ്പത്തി പുസ്തകം 29 അധ്യായത്തിന്റെ 31-35 വാക്യം വായിക്കുമ്പോൾ മക്കളില്ലായിരുന്നു. അവൾ വളരെ നിന്ദിതയായിരുന്നു. പക്ഷേ അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവളുടെ ഗർഭത്തെ തുറന്നു. ഇന്ന് പൽക്കാലം ഇതിൽ കൂടെ ദൂത് പറയട്ടെ, ദൈവമേ, നീ നിന്ദിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ, നീ ഒറ്റപ്പെട്ട അവസ്ഥയാണെങ്കിൽ, ആരും നിന്നെ സ്നേഹിക്കാനില്ലെങ്കിൽ നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമുണ്ട്. ദൈവത്തിന്റെ പ്രവർത്തി ദൈവം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. മക്കളില്ലാത്തവരായിരുന്നു. മക്കളില്ലാത്തവളാണ് ദൈവം അവിടെ ഗർഭത്തെ തുറന്നു കഴിഞ്ഞപ്പോൾ സ്തോത്രം, അതിൽ തന്നെ നിൽക്കാൻ താല്പര്യപ്പെടുന്ന വേഗത്തിൽ പോകുകയാണ്. 4ാമതൊരു പുത്രനെ പ്രസവിച്ച അവനായ യഹൂദ. എന്ന് വരട്ടെ, ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരോടും ദൈവമായി വിളിച്ചു പറയട്ടോ. ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. നിനക്ക് വേണ്ടി ദൈവം വാഗ്ദാനങ്ങളെ ചെയ്തിരിക്കുമ്പോൾ നീ വായടച്ചിരിക്കുവാനല്ല, ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവത്തിലേക്ക് മടങ്ങി വരണം. വായു മൂട്ടി ഇരിക്കുവാനല്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യഹൂദ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുക എന്ന. അല്ലെങ്കിൽ യഹൂദ പുരുഷന്മാർ അതിന്റെ നാടുതലയിലായിരിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം, ആരാധിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ, ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തോണ്ട് ദൈവസഭയിൽ ഹല്ലേലൂയ ആരാധിക്കുന്ന നാടുതലയായിരിക്കുന്ന ദൈവജനങ്ങളെ ദൈവം വർദ്ധിപ്പിക്കുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ജോസഫ് ഫലപ്രദമായ വൃക്ഷമായിരുന്നു. നീരുറവൻ അരികെ ഒരു ഫലപ്രദമായ വൃക്ഷം. അതിന്റെ കൊമ്പുകൾ മതിൽമേൽ പടരുന്ന യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കൊമ്പുകൾ മതിൽമേൽ പടരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബ്രാഞ്ചസുകൾ ഉണ്ടാകുമെന്ന് ഇന്ന് പൽക്കാലം ദൈവം വിളിച്ചു പറയട്ടെ. ദൈവസഭയ്ക്ക് ഇനി ബ്രാഞ്ചുകൾ ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ. ബ്രാഞ്ചസുകൾ ഉണ്ടാകാൻ പാടില്ല. ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുക. സഹോദരിമാർ എഴുന്നേറ്റാൽ ദൈവമായ കർത്താവ് ചില ബ്രാഞ്ചസുകളെ എഴുന്നേൽപ്പിക്കുമെന്ന് ഇന്ന് പൽക്കാലം ദൈവം വിളിച്ചു പറയാം. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെയോ? പാടി പ്രാർത്ഥിച്ച വീടിന്റെ മൂലയ്ക്ക് ഇരിക്കുവാനല്ല, ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ. ദേവദാസൻ പറഞ്ഞല്ലോ, ശമരിയ സ്ത്രീ അവൾ അറിഞ്ഞുടനെ, അവൾ നശിക്കുന്നത് ഗ്രഹിച്ചുടനെ ആ വെറും കൂടെ അവിടെ വെച്ച വന്ന വിഷയം പോലും മറന്നിട്ട് പട്ടണത്തിൽ ഓടി ചെന്നിട്ട് അവിടെ ഉള്ളവരോട് പറയാണ്, ഞാനൊരു വരെ കണ്ടുമുട്ടി, എന്റെ കാര്യമെല്ലാം പറഞ്ഞവരെ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ ഇന്ന് പൽക്കാലം നമുക്ക് നമ്മുടെ ദൗത്യം അത്. ദേവദാസ പറഞ്ഞല്ലോ, സമർപ്പണം ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, ദേവദാസിമാരെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് വീട്ടിനകത്തിരിക്കുവാനല്ല, നീ വിടുവിച്ച ദൈവത്തെ, നീ കണ്ടുമുട്ടിയ ദൈവത്തെ, നീ രുചിച്ചറിഞ്ഞ ദൈവത്തെ ഹല്ലേലൂയ ആരോടെങ്കിലും ഒക്കെ പറയണമെന്ന്. വിടുതൽ തന്നത് സാക്ഷ്യം പ്രസ്താവിക്കുവാനാണ്. നിന്നെ ഏൽപ്പിച്ച ദൗത്യം ചെയ്തേക്കണം. ഹല്ലേലൂയ. നീ സമർപ്പിച്ചിറങ്ങിയാൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ കൂടെ വെളിപ്പെടുവാൻ ഇടയായി തീരുമെന്ന് ഇന്ന് കാല ദൈവങ്ങൾ വിളിച്ചു പറയാ. ഹല്ലേലൂയ, സ്തോത്രം. ദേവദാസൻ പറഞ്ഞ വചനത്തിൽ കൂടെ ഒക്കെ തന്നെ എന്നെ ദൈവം കൊണ്ടുപോയി യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ യിരെമ്യാവിനോട് ദൈവം പറഞ്ഞത് എന്തെന്നറിയാമോ? ഇടിക്കുവാൻ, ഹല്ലേലൂയ, ഒന്ന് വായിച്ചാട്ടെ, നശിപ്പിക്കുവാൻ. പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു,
ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, 10ാമത്തെ വാക്യം 10ാമത്തെ മാത്രം വായിച്ചാൽ നോക്കുക, നിർമൂലമാക്കുവാനും ഒളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. രാജ്യങ്ങളുടെ മേലും ജാതികളുടെ മേലും ഞാൻ നിന്നെ വെച്ചിരിക്കുന്നു. ഇടിക്കാനും ഒളിക്കാനും മാത്രമല്ല, നടാൻ. ഇന്ന് പൽക്കാലം ആ വാക്കേനെ ചിന്തിപ്പിച്ചതാ. ഇന്ന് പൽക്കാലം ദൈവമായിട്ടല്ലേ ചിലതിനെ നശിപ്പിക്കണം, ചിലതിനെ ഇടിക്കണം, ചിലതിനെ പൊളിക്കണം, പിന്നെ ചിലതിനെ നടണം. ദൈവസഭയ്ക്കകത്ത് ദൈവദാസനല്ല ആളുകളെ ആത്മാക്കളെ കൊണ്ടുവരുന്ന ആടുകളാ പ്രസവിക്കേണ്ടത് കേട്ടോ. ഇന്ന് പൽക്കാലം ദൈവം വിളിച്ചു പറയുകയാണ്, ദൈവദാസന്റെ ജോലിയാണല്ലോ, ദൈവദാസൻ ചെയ്തോളും, ദൈവദാസൻ ചെയ്തോളും എന്ന് പറഞ്ഞിരിക്കരുത്. ആടുകൾ പ്രസവിക്കുന്നവരായി തീരണമെന്ന് ദൈവനോട് ഞാൻ വിളിച്ചു പറയുകയാണ്. അങ്ങനെ ചിലത് നടക്കണട്ടെ. ദൈവസഭയ്ക്കകത്ത് ചിലരെ ഞാൻ നാട്ടുവന്ന് വള്ളിത്തല മുറിച്ച് അത് ഈ ദൈവസഭയ്ക്കകത്ത് കൊണ്ട് നടും. അത് നടുതലയായി വളരുമെന്ന് വിശ്വാസമുള്ള എല്ലാവരും പറഞ്ഞാട്ടെ. തീരുമാനം കൂടെ എടുത്തോളണം. ഞാനൊരു വള്ളിത്തല മുറിക്കും. ഈ സഭയ്ക്കകത്ത് കൊണ്ട് ഞാൻ നടും. ദിവസങ്ങൾ അങ്ങനെ ദൈവസഭ നിറയട്ടെ. എല്ലാവരും ദൈവത്തിന്റെ കൃപയിലായിരിക്കട്ടെ. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലോ സമയം ഓടിപ്പോകുന്നുണ്ട്. ഞാൻ വാക്കുകൾ വിരമിക്കുന്നു. അതെ സ്തോത്ര, ഈ വിഷയത്തിൽ നിന്ന് വിരമിക്കുന്നു. സ്തോത്ര, എന്നെ ചിന്തിപ്പിച്ചതായ ഒരു വചനഭാവമായി കർത്താവിന് ശരണപ്പെടുന്നു. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥനയോടുകൂടി ആയിരുന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോരുത്തരും സംസാരിക്കുമെന്ന് ഞാൻ ആഴമായി വിശ്വസിക്കുന്നു. അതിനായിട്ട് വർത്താമാനങ്ങളുടെ പുസ്തകം സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബോസ് എന്ന് പേരിട്ടു. എബോസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്നെ അതിൽ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. എല്ലാവർക്കും കണ്ണുടക്കി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കാട്ടെ. ആരും മൗനമായിരിക്കരുത്. യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര പോരുകൾ വഴിഞ്ഞു മാറട്ടെ. ദൈവസഭയുടെ വളർച്ചയ്ക്ക് വിരോധമായി നിൽക്കുന്ന തടസ്സങ്ങൾ മാറട്ടെ. എല്ലാ കട്ടത്തുകളും വളഞ്ഞ് കടലിൽ നട്ടുപോകട്ടെ. ദൈവ വിടലോട് വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ പ്രാർത്ഥന വെളിപ്പെട്ടു വരട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തിനായി നിന്നോട് സ്തോത്രം ചെയ്യുന്നു. തന്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ച് തീരുമാനിച്ച ലേഡീസ് മീറ്റിംഗിൻ്റെതായ ഒരു വർഷം പൂർത്തീകരിക്കുന്ന ഈ പാൽക്കാലം ഞങ്ങൾക്ക് നടന്നു വന്ന് തന്റെ കുഞ്ഞുങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. നല്ല ആലോചനകൾ കർത്താവ് കേൾപ്പിച്ചല്ലോ. നല്ല പ്രാർത്ഥന നൽകി തന്നല്ലോ. ദൈവജനത്തെ കൂട്ടിവരുത്തിയല്ലോ. നന്ദി കർത്താവേ. തുടർന്നുള്ള ദൈവജനം കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. വായിച്ച വചനഭാഗം ഏൽപ്പിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കണം. വേഴെ താഴ്ത്തുന്നു. കൃപകരണ മഹത്വം തിരുമേനിക്ക് യേശുവിൽ അപേക്ഷിക്കുന്നു. യേശു എൻ കൂടെയുള്ളതിനാൽ തിരകളിൻ മീതെ ഞാനോടും. യേശു എൻ കൂടെയുള്ളതിനാൽ തിരകളിൻ മീതെ ഞാനോടും. താഴാതവൻ കരം താങ്ങും. ചേരുകിലവൻ പദം ചേരും.